നീറ്റ് ജെഇ റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മുടെ തേർഡ് എഡിഷൻ ഓഫ് ഹൈബ്രിഡ് DPP എത്തിക്കഴിഞ്ഞു മക്കളെ. കളേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ പുതിയ DPPയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നീറ്റിൽ വന്ന മാറ്റങ്ങൾ അനുസരിച്ചും ജെഇക്കും വേണ്ടിയായിട്ട് നമ്മൾ ടോട്ടലി ഒരു ഡിഫറൻറ്റ് DPP ആണ് ഈ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിട്ട് മുഴുവനായിട്ട് കാണുക. അതിനോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് മക്കളെ. സൈലത്തിൽ പഠിച്ചവർക്കറിയാം ഒരു DPP നിങ്ങൾക്കറിയാം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പാഠം 51 പേജാണുള്ളത്. ഏകദേശം 200ഓളം ചോദ്യങ്ങളാണ് ഒരു പാഠത്തിൽ നിന്ന് നമ്മൾ ചെയ്യിക്കുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിങ്ങൾക്ക് 200 ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിൽ കിട്ടില്ല. മാക്സിമം പോയൊരു 30 ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരിക്കും. അതിനപ്പുറത്തേക്ക് കിട്ടില്ല. 200 ചോദ്യങ്ങൾ നമ്മൾ നിങ്ങളെ ചെയ്യിച്ചു പഠിപ്പിക്കും ഒരു പാഠത്തിൽ നിന്ന്. അപ്പം ഇതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട. റിവൈസ് ചെയ്യാൻ DPP അല്ല, അതൊരു 4 തവണയെങ്കിലും മിനിമം ഈ DPP നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിവൈസ് ചെയ്യണം. ചെയ്താൽ ഇത് മാത്രം മതി. ഞാൻ കൂടുതൽ പറഞ്ഞു നിൽക്കുന്നതിൽ എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്റർ നമുക്ക് ഡീറ്റെയിൽ ആക്കി മനസ്സിലാക്കാം. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ പ്രാവശ്യം ടോട്ടലി വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം കംപ്ലീറ്റ്ലി പുതിയ വീഡിയോസാണ്, പുതിയ DPP എല്ലാം ലൈക്ക് 3.0 നമ്മൾ അപ്ഡേറ്റഡ് ആണ് മൊത്തത്തിൽ. ആൻഡ് പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ച് നമ്മൾ ചേഞ്ചസും വരുത്തിയിട്ടുണ്ട്. നമ്മൾ നീറ്റ് ആണെങ്കിലും ജെഇ ആണെങ്കിലും ഹയർ ലെവലിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട്. ജെഇ ഓൾറെഡി അഡ്വാൻസ് ലെവലിൽ തന്നെയാണ്. നീറ്റ് ആ ലെവലിലേക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഉയർത്തുകയാണ്. കാര്യം ഒരേപോലെ പ്രിപ്പയർ ചെയ്ത് പോയാൽ ഇപ്പോൾ ജെഇ മെയിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നീറ്റ് ജെഇ മെയിനും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നീറ്റ് ആയിട്ടാണ് ഹയർ ആയിട്ടുള്ളത്. അപ്പം ആ ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകണം. അതിന് നമ്മൾ എന്തൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ DPP നമ്മൾ കംപ്ലീറ്റ്, അതായത് ഈ ഒരു ബുക്ക്ലെറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ബുക്ക്ലെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ 50 പേജസിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, 3 സെറ്റ് ഓഫ് കാര്യങ്ങളാണ് ഇതിലുണ്ടാകുക. അതായത് ഒന്നാമത്തെന്ന് പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് വീഡിയോ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ആൻഡ് തിയറി അതിനകത്ത് ഉണ്ടാകും. ഇനി ആ തിയറി ബേസ് ചെയ്ത് തന്നെയുള്ള സെക്കൻഡ് വരാൻ വേണ്ടി പോകുന്ന കാര്യമെന്ന് പറയുന്നത് ക്ലാസ് റൂമാണ്. ക്ലാസ് റൂം ക്വസ്റ്റ്യൻസ് ആണ്, വേറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. പറഞ്ഞു മനസ്സിലായി, വേറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ് റൂമിൽ വരിക. മൂന്നാമത് വരുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി തന്നെ, അത് രണ്ടിലും വരുന്ന, രണ്ട് സൈഡിലും വരുവേ, അതായത് ക്ലാസ് റൂമിലും വീഡിയോയുടെ ബേസിൽ തന്നെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. അത് ഓരോ ഡേയിലും ഉണ്ടാകും. ഇത് ഓരോ ഡേയിലുണ്ട്. അപ്പം ഇവിടെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മൊത്തം ടോട്ടലി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാഠം തീർക്കുക 5 ദിവസമായിട്ടാണ്. 5 ഡേയ്സ് ആണ് ഈ ചാപ്റ്ററിൽ. കുഞ്ഞി പാഠമാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. 5 ഡേയ്സ് ആണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ 5 ഡേയ്സും ഈ 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിയറിയും നിങ്ങൾക്ക് കിട്ടും. 3 സെറ്റ് ഓഫ്. അപ്പോൾ ഈ 3 സെറ്റ് ഓഫ് കിട്ടുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. 3 സെറ്റ് കിട്ടുമ്പോഴത്തേക്കുള്ള, അതായത് ഈ 3ലും കൂടെ നിങ്ങൾക്ക് ഒരു ഓവറോൾ എടുത്തു കഴിഞ്ഞാൽ 200+ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും ഒരു ചാപ്റ്ററിൽ. ഈ കുഞ്ഞി പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ കുഞ്ഞി പാഠത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓവറോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ട് 10 ദിവസം കിട്ടും. 10 ഡേയ്സ് കിട്ടും നിങ്ങൾക്ക് ഓവറോൾ പഠിക്കാനായിട്ട്. റിവൈസ് ചെയ്യാൻ വേറെ എക്സ്ട്രാ ഡേയ്സ് കിട്ടും. ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 10 ദിവസം അതായത് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കിട്ടും. അതായത് ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്നത് കൂടാണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ 5 ദിവസം കിട്ടും. അങ്ങനെ മൊത്തം 10 ദിവസമാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടുക. 10 ദിവസം കൊണ്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് പച്ചവെള്ളം പോലെ പഠിക്കാൻ പറ്റും. ഏത് ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ തക്ക രീതിയിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും ലെവൽ ഓഫ് കാര്യങ്ങളാണുള്ളത്. വീഡിയോ, ക്ലാസ് റൂം ആൻഡ് അഡ്വാൻസ് പ്രോബ്ലംസ്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. വീഡിയോ ക്വസ്റ്റ്യൻസ്, ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ ജെഇ മെയിനും പ്ലസ് നീറ്റിൻ്റെയും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാര്യം അത് നമ്മൾ ആദ്യം, അത് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പഠിക്കും. അതിന് അഡ്വാൻസ് വരെ അവിടെ പോകും. ക്ലാസ് റൂം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ലെവലുള്ള അല്ലേ, അതായത് അടുത്ത ലെവലുള്ള തിയറി കംപ്ലീറ്റ്ലി പഠിപ്പിച്ചിട്ടാണ് വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുന്നത് അല്ലേ. റിവിഷനാണ് നടക്കുന്നതെങ്കിലും എൻറ്റയർ തിയറി ബേസ് തൊട്ട് പഠിപ്പിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യും. ക്ലാസ് റൂം കംപ്ലീറ്റ്ലി ജെഇ മെയിൻ. വെരി റീസെൻറ്റ് ഇയർ സിലബസ് മാറ്റം വന്നിട്ടുള്ള കംപ്ലീറ്റ് ജെഇ മെയിനും അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. അഡ്വാൻസ് പ്രോബ്ലം എന്ന് പറയുന്നത് ജെഇ അഡ്വാൻസ് ലെവൽ വരെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന പ്രോബ്ലംസ് ആണ്. അഡ്വാൻസ് പാറ്റേൺ ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ അഡ്വാൻസ് പാറ്റേൺസ് ഉള്ള MCQ പ്രോബ്ലംസ് അല്ലേ. MCQ
ജെ അഡ്വാൻസ് പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക. ജെ അഡ്വാൻസിൻ്റെ പലതരം ചോദ്യങ്ങൾ ജെ അഡ്വാൻസ് പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പാരലലിൽ നിങ്ങളെ കൊണ്ടുപോകുന്നത് കൃത്യമായി നിങ്ങൾക്കത് തരും. അപ്പോൾ ഇത്രയും ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. ഇനി നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണേ മക്കളെ. ഞാനൊരു ക്ലാസ് റൂം ക്വസ്റ്റ്യൻസ് ഞാൻ ഡേ 2 എടുക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. ഡേ 2 എങ്ങനെയായിരിക്കും, അതായത് നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് Day 1 Day 2 എന്നും പറഞ്ഞ്. അത് ഡേ 2 എടുത്തു കഴിഞ്ഞാൽ അതിലെ ഞാൻ എന്താണ് ഈ പറയുന്ന വീഡിയോ ക്വസ്റ്റ്യൻസും ക്ലാസ് റൂം ക്വസ്റ്റ്യൻസും ഒന്ന് കാണിക്കുകയാണ്. ഡേ 2 Day 1 എടുക്കുന്നില്ല, പകരം Day 2 Day 3 Day 4 ഏതെങ്കിലും ഒന്ന് എടുക്കുകയാണ്. ഈ ഡേ 2 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം അവിടെ നിങ്ങൾക്ക് 2 എംബ്ലത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ ക്ലാസിൻ്റെ പടമുള്ള അവിടെ ഒരു സെക്ഷൻ ഉണ്ടാവും. അത് കംപ്ലീറ്റ്ലി ജെയ്മെയിൻ പ്രീവിയസ് ഇയർ. അവിടെ ജെയ്മെയിൻ ഏത് വർഷത്താണ് ചോദിച്ചതെന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ മെറ്റീരിയൽ ഉണ്ടാവും കംപ്ലീറ്റ്ലി. ഏത് വർഷമാണ് ചോദിച്ചിട്ടുള്ളതെന്നുള്ള വെച്ചുള്ള ഇതാണ് ക്ലാസ് റൂമിൽ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ജെയ്മെയിൻ എന്ത് ചെയ്യാണ് ചെയ്യിക്കാൻ വേണ്ടി പോകാൻ നമ്മൾ ക്ലാസ് റൂമിനകത്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ആ ടോപ്പിക് ആ ഡേ 2 നിന്ന് വരേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ആ ഡേ 2 വരുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ദിവസം ഡേ 2 മുമ്പായിട്ടൊരു തലേ ദിവസം കിട്ടും. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യും, ആദ്യം ഇത് ഒരു റൗണ്ട് പഠിക്കും. ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ് പുതിയ വീഡിയോസാണ് എല്ലാം ഉള്ളത്. അത് നിങ്ങൾ പഠിക്കും. കാര്യം നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം രാവിലെ എക്സാം ഉണ്ട്. അപ്പോൾ ആ എക്സാമിന് വേണ്ടി നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, പഠിക്കണമല്ലോ മക്കളെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. ഈ ഫോമുലയൊക്കെ ആദ്യം എന്ത് ചെയ്യും, സ്വാഭാവികമായും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി അതിൻ്റെ ഇനീഷ്യൽ ഭാഗമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ എഴുതണം, നിങ്ങൾക്കും കൂടെ എഴുതാൻ പറ്റുന്ന സ്ഥലം ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ഡയമെൻഷൻസ് എഴുതി പോകും. എന്നിട്ട് വീഡിയോ ബേസിക് എന്ത് ചെയ്യും, ആ പഠിച്ച കാര്യം എന്താണ്, അതായത് ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ആ ടോപ്പിക്ക് ഏത് ചോദ്യത്തിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അവിടെ കൃത്യമായി ഉണ്ടാകും. അപ്പോൾ ഇതിന് ആൻസർ നിങ്ങളിവിടെ എഴുതും, മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അടുത്തയിലേക്ക് പോകുന്നു. അങ്ങനെ അടുത്തയിലേക്ക് പോയി അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും വീഡിയോയിൽ. അതെല്ലാം ഇവിടെ പ്രിൻറ്റഡ് ആയിട്ടുണ്ടാവും, വേറെ നോട്ടൊന്നും വേണ്ട, ഇത് മാത്രം മതി അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണ്, നിങ്ങളുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ഇവിടെ ഇടുമ്പം ഇതൊരു പ്രിൻറ്റഡ് മെറ്റീരിയൽ മാത്രമല്ല, ഇത് വീഡിയോ ബേസ്ഡ് ട്രാൻസ്ക്രിപ്റ്റിന് കൂടാണ്ട് നിങ്ങളുടെയും കൂടെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെയും കൂടെ മെറ്റീരിയലായി മാറും. അങ്ങനെ നമ്മളൊരു ഏരിയക്കല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞ് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുമൊക്കെ വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന ആ ദിവസത്തെ ക്ലാസ് റൂമിലേക്കാണ്. ഇത്രയും നിങ്ങൾ ഇവിടം വരെ നിങ്ങൾ പഠിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് തൊട്ടടുത്ത ദിവസം എവിടേക്ക് വരാൻ വേണ്ടി പോകുന്നത്, ക്യാമ്പസിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് നിങ്ങൾ അത് വെച്ച് എക്സാം എഴുതും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കാര്യങ്ങൾ എന്ത് ചെയ്യും, കിട്ടുകയും എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്കാണ് ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലാസ് റൂമിൽ എന്ത് ചെയ്യും, നേരെ വന്നാലുടനെ ജെയ്മെയിൻ്റെ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ആയിരിക്കും. ഈ ടോപ്പിക്കെല്ലാം അധ്യാപകൻ്റെ സ്ലൈഡിലുണ്ടാകും. ഇത്രയും നേരം വീഡിയോ ക്ലാസ്സിൽ എടുത്ത അതേ തിയറി തന്നെ അധ്യാപകൻ വീണ്ടും പറയും. കാര്യം അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുകയുള്ളൂ, ഈ പറഞ്ഞൊരു റിവിഷൻ. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോർഗോട്ടൺ കർവ് അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം, അതായത് ഒരു മനുഷ്യൻ എന്തു പഠിച്ചാലും അല്ലേ 100% എന്നിരിക്കട്ടെ ഇവിടെ, ഈ 100% കാര്യങ്ങളിൽ എന്തു പഠിച്ചാലും ഈ പറയുന്ന ഇങ്ങനെയാണ് കണ്ടൻറ്റ് അവിടെ മറന്നു പോവുക. അതായത് വിത്തിൻ ഒരു 9 hours ആകുമ്പോൾ തന്നെ, അതായത് ഒരു 9 മണിക്കൂർ ആകുമ്പോൾ തന്നെ നമ്മുടെ കണ്ടൻറ്റ് പഠിച്ചത് വെറും 20% കുറഞ്ഞു പോകും. അത് നമ്മൾ പറയില്ല തലേ ദിവസം പഠിച്ച് പിറ്റേ ദിവസം വരുമ്പോൾ ഒന്നും ഓർമ്മയില്ലാന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 9 hours കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇതിനെ ഒന്ന് നിങ്ങൾക്ക് വീണ്ടും റിവൈസ് ചെയ്യിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ കർവിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വീണ്ടും 100%ലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ പറയുന്ന 9 hours നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയാലോ, ഒന്നും കൂടെ നിങ്ങൾക്ക് ഇതിനെ റിവൈസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റിയാൽ നിങ്ങൾക്ക് വീണ്ടും ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 100% ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, അത് വീണ്ടും കുറയും. പക്ഷേ നേരത്തെ പോലെ കുറയില്ല. ഒരു റൗണ്ടും കൂടെ നിങ്ങൾ വിത്തിൻ 9 hours അത് കേട്ട് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ നോക്കിക്കടാ കണ്ടൻറ്റ് കുറഞ്ഞ് 20% ആയിട്ട് കുറഞ്ഞു. പക്ഷേ 9 hours നിങ്ങൾ വീണ്ടും ക്ലാസ് റൂമിൽ വരുമ്പോൾ ഒന്നും കൂടെ ആ തിയറി കേട്ട് അത് മനസ്സിലാക്കി പഠിച്ച് വേറെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് വീണ്ടും 100% ആവും. പക്ഷേ വീണ്ടും മറക്കും മനുഷ്യൻ. മറക്കുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, നേരത്തെ 20% ഉള്ളൂ ഒരു തവണ കേട്ടാൽ. 2 തവണ കേട്ട് കഴിഞ്ഞാൽ 20%-ൽ നിന്ന് അത് ഏകദേശം ഒരു 60% ആയിട്ട് മാറും. പിന്നെ GIB എല്ലാ മാസവും വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീക്കിലി എക്സാമും GIB മന്ത്ലി GIB മോഡൽ വരുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ എന്തായാലും എന്ത് ചെയ്യും, വിത്തിൻ ഈ പറയുന്ന 2 weeksനുള്ളിൽ അതൊന്നും കൂടെ റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് 100% ആയിട്ട് തന്നെ മാറും. പിന്നെ ഗ്രാഫ് താഴേക്ക് പോവില്ല, സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഒരു 100%. ആ ടോപ്പിക്ക് പിന്നെ നിങ്ങൾ മറക്കില്ല. ഇങ്ങനെ ഒരു 3 times എങ്കിലും ഒരു മന്ത്ലി ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന പ്ലാനാണ് സൈലത്തിൻ്റെ ഹൈബ്രിഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കടാ, നിങ്ങളിവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ജെയ്മെയിൻ പ്രീവിയസ് ഇയർ ആണ് ആ ദിവസത്തിൽ എന്ത് ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്ലാസ് റൂമിൽ വന്നാൽ. അപ്പം ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ജെയ്മെയിൻ തന്നെയാണ് നമ്മളെല്ലാം എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ ആ ഒരു ഡേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തൊട്ടടുത്ത ദിവസം ഡേ 3 വരുമ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്യും, ആദ്യമേ നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോ ക്വസ്റ്റ്യൻസ് അവിടെ വരും. വീഡിയോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ് റൂം ക്വസ്റ്റ്യൻസിലേക്ക് പോകും. ക്ലാസ് റൂം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ജെയ്മെയിൻ തന്നെയായിരിക്കും. വീഡിയോ ക്വസ്റ്റ്യനിൽ ജെയ്മെയിനുമുണ്ട്, ഈ പറയുന്ന
ഏതുമുണ്ടടാ, സ്വാഭാവികമായും അവിടെ നീറ്റും ഉണ്ടാകും. പക്ഷേ ക്ലാസ് റൂം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ജെഇമെയിൻ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യിക്കുക. അങ്ങനെ ചെയ്യിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടും. ഈ ക്വസ്റ്റ്യൻ അപ്പുറം ഒന്നും നിങ്ങൾ റിവൈസ് പോലും ചെയ്യണം. ഇതും ഈ മെറ്റീരിയൽ മാത്രം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ ഈ 50 പേജ് നോട്ട് നിങ്ങൾക്ക് 3 തവണ ഈ വർഷം വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഇതിൽ നിന്ന് ഏത് ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് എൻ്റെ കോൺഫിഡൻസ്. അപ്പം ആ കോൺഫിഡൻസ് ആണ് ആക്ച്വലി നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ മനസ്സിലാക്കുമ്പോൾ കിട്ടേണ്ടത്. ഇങ്ങനെ ഓരോ ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ കെമിസ്ട്രിയും ബയോളജിയും ഈ പറയുന്ന നീറ്റുകാർക്കാണെങ്കിൽ ജെഇക്കാർക്കാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സും നമ്മൾ ഇതുപോലെ DPP ഓരോ ചാപ്റ്ററും ഒരു DPP നിങ്ങൾക്ക് എന്ത് ചെയ്യും. നിങ്ങളിപ്പോൾ എന്തായി, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾക്കിവിടെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാനിവിടെ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഏതൊക്കെ കാര്യങ്ങളാണ്. അതായത് വീഡിയോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു, ക്ലാസ് റൂം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ജെഇ മെയിനാന്ന് പറഞ്ഞു. ഇനി അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൻ്റെ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ബാക്കിലേക്ക് എടുക്കുകയാണ്. ബാക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും അവിടെ എന്തുണ്ട്, Day 1 Day 2 എന്നും പറഞ്ഞാൽ അഡ്വാൻസ് പ്രോബ്ലംസ് കാണാൻ വേണ്ടി പറ്റും. ഗ്രീൻ കളർ ആയതുകൊണ്ടാണ് ആ മേളത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഇപ്പോൾ നിങ്ങൾ Day 1 Day 2 ഞാൻ അതിനൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പം ഞാനിവിടെ അഡ്വാൻസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ Day 5 നിങ്ങൾ നോക്കുക. അതായത് ബുക്ക് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന പോലെ അഡ്വാൻസ് പ്രോബ്ലംസ് എന്ന ടൈറ്റിൽ അഡ്വാൻസ് ആയിട്ടുള്ള ലെവൽ പ്രോബ്ലംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാനും ചെയ്യിക്കുകയും നിങ്ങൾ ചെയ്യിക്കും, കൃത്യമായി ചെയ്യിച്ചേ പോവുള്ളൂ. അപ്പോൾ ഈ Day 5 ഞാൻ നോക്കുകയാണ്. ഈ Day 5 എന്ന് പറയുമ്പോൾ Day 5 ഓൾറെഡി നിങ്ങൾ വീഡിയോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്ലാസ് റൂം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ അഡ്വാൻസ് പ്രോബ്ലംസ് വരിക. അപ്പോൾ ആ Day 5 വരാൻ സാധ്യതയുള്ള അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് ഒക്കെ എന്തുകൊണ്ടാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് 0 എറർ ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ 0 എറർ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് NCERTയിൽ ഈ പറയുന്ന പോലെ നമ്മൾ നീറ്റ് ലെവലിൽ നമ്മൾ വെർനിയർ കാലിപ്പർ വരെയൊക്കെ നോക്കും, കാര്യം ഔട്ട് ഓഫ് ആയിട്ട് നോക്കും. പക്ഷേ സ്ക്രൂ ഗേജ് നോക്കാറില്ല പലരും. പക്ഷേ അതാണ് ഇത്തവണ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നീറ്റിനാണെങ്കിൽ ജെഇ മെയിനും ചോദിക്കുന്നതാണ്. അപ്പം ആ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ, അഡ്വാൻസ് പ്രിപ്പറേഷൻ നമുക്ക് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ജെഇ മെയിൻ എന്തായാലും അത് വേണം. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഈ പറയുന്ന പോലെ ഹയർ ലെവൽ പ്രോബ്ലംസ്, എറേഴ്സ് ഒക്കെ പറയുന്നത്, ഇപ്പം ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ 0 എറർ വരുന്ന, വേറെ ടൈപ്പ് ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് എററുകൾ വരുന്ന ഈ പറയുന്ന വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ എന്ത് ചെയ്യുകയാണ്, നിങ്ങളെ ചെയ്യിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൈ ലെവൽ പ്രോബ്ലംസ് അവിടെ ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന അഡ്വാൻസ് പ്രോബ്ലംസിൽ നിങ്ങളെ ചെയ്യിക്കാൻ വേണ്ടി പോകുന്നത്. വരാൻ സാധ്യതയുള്ള ഈ പറയുന്ന പോലെ ഒരു നോർമൽ ലെവലിലല്ലാതെ നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ട, അല്ലേ, അത്യാവശ്യം വായിക്കാനുണ്ടാകുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും അർത്ഥമുള്ള, അല്ലേ, കൃത്യമായി കൺഫ്യൂസ് ആക്കാൻ പറ്റുന്ന അഡ്വാൻസ് ലെവലായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന അഡ്വാൻസ് പ്രോബ്ലം സെഗ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ പുതിയ DPP എന്ന് പറയുന്നത്. മെയിൻസ് വരെയും അഡ്വാൻസ് വരെയുമുള്ള എല്ലാ പ്രോബ്ലംസും ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ടാകും. ഇതിനപ്പുറം ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഇത് പഠിച്ചാൽ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നീറ്റും ജെഇയും ഒരുമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഡെഫിനറ്റ്ലി. ഫിസിക്സ് അത് കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞാൽ ജെഇ മെയിൻ ആദ്യത്തെ എക്സാം ഉണ്ടല്ലോ Phase 1, അതിൽ നിങ്ങൾ 99% ഫിസിക്സ് കെമിസ്ട്രി വെച്ച് സ്കോർ ചെയ്യണം. മാത്സ് നിങ്ങൾക്കറിയാം ലോ സ്കോറിംഗ് ആണ്, അതുകൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി വെച്ച് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് സ്കോർ ചെയ്തിട്ട് കോൺഫിഡൻസിൽ വേണം ഇപ്പോൾ നീറ്റുകാരൊക്കെ നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി. ഒരു സംശയവും വേണ്ട. അവിടെ 200 ചോദ്യം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യും? ഇവിടെ കേരളത്തിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യും 200 ചോദ്യം ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ? ഒരിക്കലും ചെയ്യില്ല, ചെയ്യിക്കുകയില്ല, ചെയ്യിക്കാൻ പറ്റുകയില്ല ആരും. കാര്യം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെയിലി ഇത് പഠിപ്പിക്കണം, ഇന്നത് ചെയ്യണം, ഇത്ര ചോദ്യം ചെയ്യണം എന്നുള്ളൊരു സിസ്റ്റം ഒരിടത്തും ഇല്ല. അതിവിടെ മാത്രമേ ഉള്ളൂ, സൈലത്തിൽ മാത്രമേ ഉള്ളൂ ആ സിസ്റ്റം നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിസൾട്ട് ആക്കാൻ വേണ്ടി പറ്റും. അത് ഞാൻ എഗ്രി ചെയ്യാണ്. പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങ് പോരുക. നമ്മൾ അടുത്തടുത്ത ബാച്ചുകൾ ഈ പറയുന്ന പോലെ 20-25കളായിട്ട് പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. കേരളത്തിൽ 8 സെൻറ്ററുകളോളമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്ററുകൾ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് മുമ്പോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ DPP നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.